ഇടതുവശം ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ഉത്തമമോ? ശരീരത്തിനു ചുറ്റും 2 കാന്തിക വലയങ്ങളുണ്ട്. ഒന്ന് കാലിൽ നിന്ന് ശിരസ്സു വരെയും ശിരസിൽ നിന്ന് കാല് വരെയും പോകുന്നത്. 2 ശരീരത്തിൻ്റെ ഇടതുവശത്തു നിന്ന് മുൻഭാഗത്തുകൂടെ വലത്തോട്ടും വലതുവശത്തിൽ നിന്ന് പിറകിൽ കൂടി ഇടതുവശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരീരമാകുന്ന യന്ത്രസജ്ജീകരണത്തിൻ്റെ നിലനിൽപ്പ് ആദ്യത്തെ വലത്തെയും പ്രവർത്തനക്ഷമതയും ബലവും രണ്ടാമത്തെ വലത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ കാന്തിക വലയത്തിൻ്റെ ഗതിക്കനുസരിച്ച് ശരീരചലനം കാന്തിക വലയത്തിൻ്റെ വൈൻഡിങ്ങിനെ ദൃഢപ്പെടുത്തും. മറിച്ചായാൽ വൈൻഡിങ് അയഞ്ഞ് യന്ത്രസംവിധാനത്തിന് തന്നെ പ്രവർത്തനശേഷി ഇല്ലാതാകും. ശരീരം വലതുവശം തിരിഞ്ഞെണീക്കുന്നത് വൈൻഡിങ് കൂടുതൽ ദൃഢമാകാൻ സഹായിക്കുന്നു. നമ്മൾ സന്ധ്യയ്ക്കും രാത്രിയിലും അടിച്ചു തളിക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. അതെന്തുകൊണ്ടാണ്? സന്ധ്യയ്ക്കും രാത്രിയിലും അടിച്ചു തളിക്കുന്നത് പണ്ടുള്ളവർ പറയുന്ന പാപം എന്നാണ് പറയുന്നത്. സന്ധ്യയ്ക്കും രാത്രിയും അടിച്ചു തളിക്കരുതെന്ന് പറയാനുള്ള വ്യക്തമായ കാരണം എന്ന് പറയുന്നത്, പകൽ നേരത്തെ അപേക്ഷിച്ച് സന്ധ്യയ്ക്കും രാത്രിയിലും മനുഷ്യൻ്റെ കാഴ്ചശക്തി കുറഞ്ഞിരിക്കും. അതിനാലാണ് സന്ധ്യയ്ക്കും രാത്രിയിൽ അടിച്ചു തളിക്കാൻ വൃത്തിയാക്കാനൊന്നും പോകരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈറൻ തുണികൾ തലയ്ക്ക് മുകളിൽ വെച്ച് കിടക്കാവോ എന്നൊക്കെ ഉണ്ട്. അതായത് ആശ കെട്ടിയിട്ടൊക്കെ ഇടാവൂന്ന്. പകൽ നേരം ശരീരത്തിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന രോഗാണുക്കൾ നനഞ്ഞ തുണിയിൽ വീണ്ടും പറ്റിപ്പിടിച്ചിരിക്കാനും ശരീരത്തിനടുത്ത് അത് വെച്ചിരുന്നാൽ അതിൽ നിന്നും ശരീരത്തിലേക്ക് തന്നെ തിരികെ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് നനഞ്ഞ തുണികൾ തലയ്ക്കടുത്ത് വെച്ചിരുന്നാൽ ജലദോഷം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനാലാണ് ഈറൻ വസ്ത്രങ്ങൾ തലയ്ക്ക് അടിയിൽ വെക്കരുതെന്നോ അല്ലെങ്കിൽ റൂമുകളിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഇടരുത് എന്ന് പറയാൻ കാരണം.